ഹായ് ഫ്രണ്ട്സ്, സീമാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ക്യാപ്സി ചിക്കൻ വെച്ചിട്ടുള്ള ചിക്കൻ കറിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ക്യാപ്സി ചിക്കൻ ഉണ്ടാക്കുന്ന വിധം ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ പോയി ഒന്ന് സെർച്ച് ചെയ്തത് കാണാം. എന്നിട്ട് എങ്ങനെയാണ് ക്യാപ്സി ചിക്കൻ ഉണ്ടാക്കിയതെന്നൊക്കെ ഒന്ന് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ക്യാപ്സി ചിക്കൻ വെച്ചിട്ട് കറി വയ്ക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ വറുത്ത വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക കേട്ടോ, വേറെ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കണ്ട. അപ്പോൾ ചിക്കൻ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള വെളിച്ചെണ്ണയിൽ നിന്ന് അതിൻ്റെ ഓട്സിൻ്റെ ഇതൊക്കെ ഉണ്ടാവും, അതൊക്കെ നീക്കിയിട്ട് അത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒരു കുറച്ച് വെളുത്തുള്ളി, അതേപോലെ കുറച്ച് ഇഞ്ചി, അത് നന്നായി ഇങ്ങനെ ചതച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് ചതച്ചിട്ട് നമ്മൾ ആ വെളിച്ചെണ്ണയോ ഓയിലോ എന്തായാലും കുഴപ്പമില്ല അതിലേക്ക് ഇടുക. കാരണം അതൊന്ന് വഴറ്റിയിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. നന്നായി വഴറ്റിയതിന് ശേഷം ഒരു 4-5 ടേബിൾ സ്പൂണ് നമ്മുടെ കൊത്തുമുളക് അതും അതിലേക്ക് ഇടാം കേട്ടോ. കൊത്തുമുളക് ഇട്ടതിന് ശേഷം നമ്മളത് അതിലേക്ക് ഇട്ടിട്ട് നന്നായി മൊരിയിച്ചതിന് ശേഷം നമ്മൾ ഞാനിപ്പോൾ 4-5 കൊത്തുമുളക് ടീസ്പൂണാണ് ഇട്ടണത്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ഇടാം കേട്ടോ. എന്നിട്ട് നന്നായി അങ്ങോട്ട് അത് മൊരിയിച്ചെടുക്കുക. അത് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഒരു 3-4 സബോള ചെറിയ കഷ്ണങ്ങളായിട്ട്, എത്ര ചെറിയ കഷ്ണങ്ങളാക്കാൻ പറ്റുന്നു അത്രയും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് അരിഞ്ഞിട്ടോ അല്ലെങ്കിൽ ചോപ്പറിലോ എടുക്കാം കേട്ടോ. എന്നിട്ട് അത് നീക്കി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ മിളക് മൊരിഞ്ഞ് വന്നപ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് സോയാ സോസ്, ഡാർക്ക് സോയാ സോസാണ്. ലൈറ്റ് കളറുള്ള സോയാ സോസ് ആണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണ്. ഇപ്പം എൻ്റെ ഡാർക്ക് കളറായി ഞാൻ 1/2 ടീസ്പൂൺ ഇട്ടു. അപ്പോൾ അതും ഒഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ അരിഞ്ഞ് വെച്ച സബോളയില്ലേ, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത്, അതും അതിലേക്ക് ഇട്ടിട്ട് നന്നായി അങ്ങോട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായി വഴറ്റി കിട്ടണം അത്. അപ്പോൾ ആ മിളകൊക്കെ നന്നായി മൊരിഞ്ഞു. പിന്നെ ഈ സബോള കൊണ്ട് മാത്രം നമുക്ക് മൊരിഞ്ഞ് കിട്ടാനുള്ളൂ. അപ്പോൾ അത് നന്നായി അങ്ങോട്ട് മൊരിയിച്ച് അതുപോലെ വഴറ്റി ഇങ്ങോട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് വഴച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇടാം കേട്ടോ. ഉപ്പ് ആ സമയത്ത് കൊണ്ട് ഇട്ടോ, പിന്നെ പോരാണ്ട് വരണേ പിന്നെ വേറെ ഇടാം. എന്നിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി വഴച്ചെടുക്കുക. അപ്പോൾ നന്നായി അങ്ങോട്ട് ബ്രൗൺ കളറിൽ അത് വരട്ടെ. എന്നിട്ട് നമ്മളത് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് സോസ്. അപ്പോൾ സോസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു 1/2 കപ്പ് സോസ്, മുക്കാൽ കപ്പ് വേണ്ട, 1/4 കപ്പിൻ്റെ താഴെ നിന്നാൽ മതി സോസ്. മെഷർമെൻറ്റ് കപ്പിലാണ് പറയണത് കേട്ടോ, 1/4 കപ്പ്. അല്ലെങ്കിൽ നമുക്ക് ഒരു 5 ടേബിൾ സ്പൂണ്, മെഷർമെൻറ്റ് കപ്പില്ലാത്തവർക്ക് 5 ടേബിൾ സ്പൂണ് സോസ് അതിലൊഴിക്കുക കേട്ടോ. എന്നിട്ട് അത് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഇങ്ങനെ ഗ്രേവി കൂടുതൽ വേണ്ടവർക്ക് ആ വെള്ളം ഒഴിച്ചാൽ നന്നായി അങ്ങോട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ വറുത്ത് വെച്ച ക്യാപ്സി ചിക്കനില്ലേ, അത് അതിലേക്ക് ഇടാം. അതിൻ്റെ വറുത്തതിൻ്റെ എണ്ണയും ഗ്രേവിയൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ അതിലേക്ക് ഇടാം. എന്നിട്ട് നന്നായി അങ്ങോട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ അത് നന്നായി മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ തിക്ക് ഗ്രേവി പോലെ കിടക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞ് തിക്ക് ഗ്രേവി നന്നായി തിളച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കുറച്ച് സോസ് ഒഴിക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് പച്ചമുളകും കുറച്ച് വേപ്പിലയും കൂടി അതിൻ്റെ മുകളിലേക്ക് ഒരു ഭംഗിക്ക് ഇടുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചില്ലി ഫ്ലക്സ് ഇല്ലേ, അതൊരു 1/2 ടീസ്പൂണ് അതിൻ്റെ മുകളിലിടാം. അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് വെച്ചാൽ ബിരിയാണിക്ക് കഴിക്കാനായാലും, അതിപ്പോൾ ഫ്രൈഡ് റൈസിന് കഴിക്കാം, ചപ്പാത്തിക്ക് കഴിക്കാം, മാഗിക്ക് കഴിക്കാം. അടിപൊളി കറിയാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞങ്ങളിത് ചപ്പാത്തിക്ക് കഴിക്കാൻ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊരു പ്രാവശ്യം ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കട്ടോ, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കായാലും സ്കൂളിലേക്ക് കൊണ്ടുപോകാനായാലും ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.